എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രഡീഷണൽ ആയിട്ട് ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതാണ്. ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മൈദ ചേർക്കുന്നില്ല, ഗോതമ്പ് പൊടി ചേർക്കുന്നില്ല, റവയും ചേർക്കുന്നില്ല. എങ്കിൽ തന്നെയും അരി മാത്രം ഉപയോഗിച്ച് പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു രുചി നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിത്യവും ഉണ്ടാക്കി കഴിക്കും. നമ്മുടെ ഈ ഒരു പേജിൽ പലതരത്തിലുള്ള ഉണ്ണിയപ്പം റെസിപ്പീസൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും പഴം ചേർത്ത് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം ഒരു 3-4 ദിവസത്തേക്ക് ഒരു കേടുപാടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പോകാം. അപ്പോഴേ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിൽ നിത്യമുള്ള പച്ചരിയാണ്. ഇനി നമുക്ക് ഈ പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ കുതിർത്താനിടാം. 2 കപ്പ് എന്ന അളവിൽ ഒരു 450 ഗ്രാം അളവാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ പച്ചരി കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരി ഇവിടെ കുതിർത്താൻ വെച്ചിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുതിർത്തിയ അരി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ഇനി ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ അരി ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് പോയി വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരിതരിപ്പായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ 400 ഗ്രാം അളവിൽ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. 2 ഗ്ലാസ് വെള്ളത്തിലാണ് നമുക്ക് ഉരുക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളം കുറച്ചൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കിതൊരു 2 തവണ കൊണ്ടാണ് പൊടിച്ചെടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ അരിപ്പൊടി ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടതായിട്ട് വന്നില്ല. ഇനി പൊടിച്ചെടുത്ത പൊടി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതിനുശേഷം രണ്ടാമത് നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ 2 തവണകൾ കൊണ്ട് തന്നെ നമ്മുടെ പൊടി തരിതരിപ്പായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടി നമുക്ക് ഇതിലേക്ക് തന്നെ മാറ്റാം. നമ്മുടെ ഉണ്ണിയപ്പത്തിന് നമ്മളിതിലേക്ക് മൈദ, ഗോതമ്പ് പൊടി, റവ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അരിപ്പൊടി വെച്ച് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. അങ്ങനെ അരിപ്പൊടി നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ശർക്കര കട്ടയെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അരിപ്പൊടി പെട്ടെന്ന് വെന്തു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോ 1 ഗ്ലാസ് അളവിൽ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അരിപ്പൊടി നല്ലപോലെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളെല്ലാം ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കൂട്ടുന്ന മൂടി മാറ്റി വെക്കാം. ഇനി 3 ചെറിയ പാളയംകോടൻ പഴോട്ട വലിപ്പം ഉള്ളതാണെങ്കിൽ 2 മതി. ചെറുതായതുകൊണ്ട് ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം അളവുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരിപ്പൊടി മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ പഴം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഇതേ പാനിലേക്ക് ഒന്ന് മാറ്റാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നും 1 ഗ്ലാസോളം നമ്മൾ പൊടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാക്കി 1/2 ഗ്ലാസ് ഞാനിവിടെ ഈ ഒരു പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ പഴം ഈ ഒരു ശർക്കര പാനിയിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം ഒരാഴ്ച കാലത്തേക്ക് ഒരു കേടുപാടും കൂടാതെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ പഴം ഒന്ന് ശർക്കര പാനിയിലൊന്ന് ലയിച്ച് കിട്ടട്ടെ. അതുവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനിയിലേക്ക് പഴം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ അരമുറി നാളികേരം തിരുമ്മിയത് കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഴവും ശർക്കര പാനിയും നാളികേരവും ഒക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. പഴത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി ഒന്ന് തിക്ക് ബാറ്ററായിട്ട് മാറുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പഴവും ശർക്കര പാനിയും നാളികേരവും എല്ലാം കൂടി ചേർന്ന് നല്ല വറ്റിയ ഒരു കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. നമുക്കുടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചൂടാറ്റാനായിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം കുറച്ച് നാളികേരം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൊത്തിയെടുത്തിട്ട് അത് കുറച്ച് നെയ്യിലൊന്ന് വറുത്തുകൂടെ എടുക്കാം. ഇനി ഒരു പാനില് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നാളികേരക്കൊത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. നാളികേരക്കൊത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നാളികേരം ഇപ്പൊ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ചൂടാറിയിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ മിക്സ് ചെയ്തത് ഈ ഒരു പഴം മിക്സ് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുകൂടെ ചേർത്ത് നല്ലോണം തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. മാവിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് മാവ് ഇരിക്കുന്നത്. മധുരം കുറവാണെങ്കിൽ
ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. മധുരം കൂടുതലാണെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേര കൊത്ത് ചേർക്കാം. ഞാനിതിലേക്ക് എള്ള് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് എള്ള് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല കട്ടിയായിട്ടാണ് മാവ് ഇരിക്കുന്നത്. ഞാനിവിടെ മധുരം കൂടുതലായതുകൊണ്ട് 1/4 കപ്പ് അളവില് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും നല്ല കട്ടിയായിട്ടാണ്. നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് ഇവിടെ നല്ലൊരു പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ദേ മാവിന്റെ കട്ടി ഇതാണ് കേട്ടോ. ഇനിയിപ്പോ ഒന്നും ചേർക്കേണ്ടതില്ല. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ നേരം മാത്രം മൂടി വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോഴേക്കും മാവൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഉണ്ണിയപ്പം കൂട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ തവി മാവും എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി ഇതേപോലെയാണ് ആയി വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല അയഞ്ഞ ഒരു പരുവത്തിലാണ് നമുക്ക് ആയി വരേണ്ടതും. നമുക്ക് ഓരോ തവി മാവും എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഒന്ന് നല്ലതുപോലെ പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ണിയപ്പം മറിച്ചിട്ട് കൊടുക്കാം. മാവ് കലക്കി 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ മാവ് കലക്കിയ ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമ്മുടെ ഉണ്ണിയപ്പം നമുക്കിവിടെ മുരിയിച്ചെടുക്കാം. 2 ഭാഗവും നല്ല മുരിഞ്ഞ് നല്ല കളറൊക്കെ മാറി വന്നാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയിൽ നിന്നും കോരി എടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കണം. മാവ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ധാരാളം എണ്ണ എല്ലാം കുടിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. 2 ഭാഗവും നല്ലപോലെ സ്വർണ്ണ നിറത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഉണ്ണിയപ്പം കോരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഉണ്ണിയപ്പവും പാനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ടാമതും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം രണ്ടാമതും ഇവിടെ നല്ല പോലെ മുരിഞ്ഞു പാകമായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ വീണ്ടും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ എല്ലാ ഉണ്ണിയപ്പവും ഞാനിവിടെ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കണം. നല്ല സോഫ്റ്റ് ഉണ്ട്, അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.